ദിവ്യകാരുണ്യ സ്നേഹം നുകർന്ന് യാത്രയാകുന്ന വൈദികർ. വിശുദ്ധ കുർബാനയുടെ തീഷ്ണമായ ജീവിതാനുഭവങ്ങൾ. ഇത് ഇരിങ്ങാലക്കുട രൂപതാംഗവും ഇപ്പോൾ വടക്കുംകര ചാമക്കുന്ന് സെയിന്റ് ആന്റണീസ് ചർച്ച് വികാരിയുമായ ഫാദർ നൗജിൻ വിധേയത്തിൽ. ദിവ്യകാരുണ്യ ഈശോ കരം പിടിച്ചു നയിക്കുന്ന സ്നേഹാനുഭവങ്ങൾ നൗജിനച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ഫാദർ നൗജിൻ വിധേയത്തിൽ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലൊരു വൈദികനാണ്. പട്ടം കിട്ടിയിട്ട് ഇപ്പോൾ 10 വർഷമായി. ഇരിഞ്ഞാലക്കുട രൂപതയിൽ തന്നെയുള്ള വടക്കങ്കര ചാമക്കുന്ന് ഇടവക ദേവാലയത്തിൽ വൈദികനായിട്ട് വികാരിയച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. കൂട്ടത്തിൽ രൂപതയുടെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർസിനാണ്. സഹൃദയ ന്യൂമൻ അക്കാദമി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടർസും കൂടിയാണ്. എൻ്റെ വീട് കൊടകരയാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിൽ തന്നെയുള്ളത്. വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. അപ്പച്ചൻ മരിച്ചിട്ട് ഒരു 17 വർഷത്തോളമായി. ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, പിള്ളേരൊക്കെ ആയി. ഞാൻ ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവം, ഏതാനും ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ് ഈ ഈശോയുമായിട്ടൊക്കെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, അറ്റാച്ച്മെൻറ്റ് എനിക്ക് വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഓൾട്ടർ ബോയ് ആയിരുന്നു. ദേവാലയ അൽത്താര ശുശ്രൂഷയായിരുന്നു. അപ്പോൾ അന്ന് ഒരു 6ാം ക്ലാസ് ആകുമ്പോഴാണ് എൻ്റെ ആദ്യ കുർബാന സ്വീകരണം കഴിയുന്നത്. സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ഷീല കുര്യാക്കോസ്, ഹോളി ഫാമിലി സിസ്റ്ററാണ്. സിസ്റ്റർ ഇങ്ങനെ ഓൾട്ടർ ബോയ്സിനെ തിരഞ്ഞെടുക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ ക്ലാസ്സിലാണ്. പക്ഷേ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം കഴിയാത്തതുകൊണ്ട് എനിക്ക് അത് ആ ഗ്രൂപ്പിൽ പെടാൻ പറ്റിയില്ല. ഇത് ഓൾട്ടർ ബോയ് ആകാനായിട്ടുള്ള ഗ്രൂപ്പിൽ എനിക്ക് പെടാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഓൾട്ടർ ബോയ് ആകണം എന്നുള്ള എൻ്റെ ആഗ്രഹം കണ്ടുകൊണ്ട് സിസ്റ്ററിന് എൻ്റെ അടുത്തൊരു പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു, നീയും ആ കൂട്ടത്തിൽ ചേർന്ന് പ്രാക്ടീസിന് വന്നേക്ക്. അതിനുശേഷം പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് അൽത്താരയ്ക്ക് കയറേണ്ട ദിവസം വന്നു കഴിഞ്ഞപ്പോഴും എൻ്റെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടില്ലെങ്കിലും സിസ്റ്റർ പറഞ്ഞു, നീ ഇത്ര നാൾ പ്രാക്ടീസിന് വന്നാലേ നീയും കയറിക്കോ അൽത്താരമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പൊതുവെ എല്ലാവരും വന്ന് ഓൾട്ടർ ബോയ്സൊക്കെ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടാണ് ഓൾട്ടർമ കയറാനും ശുശ്രൂഷയാവാനും ശ്രമിക്കുക. പക്ഷെ എനിക്കാകട്ടെ ആദ്യ കുർബാന സ്വീകരണം കഴിയുന്നതിനേക്കാൾ മുൻപ് തന്നെ അൽത്താര ശുശ്രൂഷയാവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. പക്ഷെ അപ്പോൾ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ, എനിക്ക് തോന്നിയൊരു സങ്കടം, എൻ്റെ കൂട്ടത്തിലുള്ള മറ്റുള്ള എല്ലാ ഓൾട്ടർ ബോയ്സും അവർ കുർബാനയ്ക്ക് കൂടുകയും കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഈശോയെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ എനിക്കാകട്ടെ അങ്ങനെ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം കഴിയാത്തതുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു ചെറിയ വിഷമവും, ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് കുർബാന സ്വീകരണം കഴിയണം, ഈശോയെ സ്വീകരിക്കണം, മറ്റു കുട്ടികളെ പോലെ ആകണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുടർന്ന് പിന്നീട് ആ വെക്കേഷന്, 6ാം ക്ലാസ്സിലെ വെക്കേഷന് ആണ് എൻ്റെ ആദ്യ കുർബാന സ്വീകരണം കഴിയുന്നതും ഞാൻ ഈശോയെ ആദ്യമായിട്ട് സ്വീകരിക്കുന്നു. അതുമാത്രം ഞാൻ ഓൾട്ടർ ബോയ്സിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് വന്ന സിസ്റ്റർ മരിയാട്ടോം എന്നെ സെക്രട്ടറി ആക്കി. അപ്പം അന്ന് ഈ പ്രസിഡൻറ്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാ ദിവസവും പള്ളിയിൽ വരണം, മറ്റുള്ളവർ ആരെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ പകരം കൂടേണ്ടത് ഞങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡേറ്റുള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഈ 7 വർഷക്കാലം ഞാൻ കൊടകര പള്ളിയിൽ കുർബാനയ്ക്ക് വരാനായിട്ടുള്ളൊരു ഭാഗ്യം തമ്പുരാൻ കർത്താവ് നൽകി. ആ സമയത്ത് ഞങ്ങളുടെ വർഗീസ് പാത്താടൻ എന്ന് പറഞ്ഞ അച്ഛനാണ് വികാരിച്ച്. അച്ഛൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളൊരു 100ഓളം കുട്ടികളെ അച്ഛനെ ഓൾട്ടർ ബോയ്സായിട്ട് തിരഞ്ഞെടുക്കുക. ഞങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക വസ്ത്രം, നമ്മുടെ ശമാശമാരൊക്കെ ഇടുന്ന രീതിയിലുള്ള കൊത്തീനെ പോലുള്ള വസ്ത്രമൊക്കെ ഇട്ട് ഓൾട്ടർമ നൃത്തമൊക്കെ ചെയ്യായിരുന്നു അച്ഛൻ. അപ്പോൾ അതോടുകൂടി നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഓൾട്ടർ ബോയ് ആണ്, ഈ വസ്ത്രമായിട്ട് നിൽക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ എന്തോ ആണ്, ആരോ ആണ് എന്നൊക്കെ ഒരു ചിന്ത വരും. കാരണം അച്ഛന്മാരുടെ പോലത്തെ വേഷമാണ് നമ്മളിട്ട് നിൽക്കുന്നത്, അൽത്താരമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് കൊച്ചച്ഛന്മാർ ഞങ്ങളുടെ പള്ളിയിൽ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേയും കൂടി അച്ഛന്മാരുടെ അടുത്ത് ഇടപെടാനായിട്ടുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് വൈദികനാകണമെന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് ഓൾട്ടർ ബോയ് ആയതുകൊണ്ടും കുർബാന സ്വീകരിച്ചുകൊണ്ടും പിന്നെ അച്ഛന്മാർ കുർബാന ചെല്ലുന്നത് ഈ അടുത്ത് നിന്ന് നോക്കി കാണുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ അതിശയത്തോടു കൂടിയാണ് നോക്കി കാണുക. അപ്പം അന്നൊക്കെ എന്തിനാണ് അച്ഛനാവണമെന്ന് ചോദിച്ചാൽ കുർബാന ചെല്ലാനാണ് അച്ഛനാവണം എന്നുള്ളത് മാത്രമാണ് ഒറ്റ മറുപടി. അങ്ങനെയാണ് +2 കഴിയുന്നതിന് ശേഷമാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നത്. അപ്പോൾ അത് സെമിനാരിയിൽ ചേരുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആവശ്യമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വളരെ ഭംഗിയായിട്ട് കുർബാന ചെല്ലണം എന്നുള്ള ആ ദിവ്യകാരുണ്യ ഈശോയോടുള്ള ആ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയും ആഗ്രഹമാണ് അന്ന് അച്ഛനാവാനായിട്ട് ഇറങ്ങി പുറപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ,
കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. അപ്പോൾ അങ്ങനെ ദിവ്യകാരുണ്യ ഈശോയോടുള്ള ആ ഒരു ഭക്തിയും അടുപ്പവും സ്നേഹമൊക്കെ കുട്ടിക്കാലം മുതൽ സ്കൂൾ ലെവലിൽ മുതൽ ഇങ്ങനെ ഓൾട്ടർ ബോയ് ആയതുകൊണ്ട് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിച്ചത് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് എൻ്റെ വീട് കൊടകരയാണ്. അവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് 2 പള്ളിയുണ്ട്. ഒന്ന് അവിടുത്തെ കത്തീഡ്രൽ പള്ളിയാണ്, ഒപ്പം തന്നെ കിഴക്കേ പള്ളി എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന സ്പിരിച്വാലിറ്റി സെൻ്ററാണ് രൂപതയുടെ. അവിടെ ദിവ്യകാരുണ്യ ഈശോ നിത്യാരാധന കേന്ദ്രമാണ്. ഈശോയെ എപ്പോഴും എഴുന്നള്ളിച്ച് വെച്ചിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഉച്ചക്കാലത്ത് ഇൻ്റർവെല്ലിന് കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കിഴക്കേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു പ്രത്യേകതയായിരുന്നു. അത് മാത്രമല്ല, അന്ന് പൊതുവെ കുട്ടികളുടെ ഇടയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എളുപ്പമാകും, ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റും എന്നൊക്കെ. അതെല്ലാ മതത്തിൽപ്പെട്ടവരൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉച്ചക്കാലത്തെ ഇൻ്റർവെല്ലിന് കുറച്ച് സമയം ഈ കിഴക്കേ പള്ളിയിൽ പോയിട്ട് നിത്യാരാധന കേന്ദ്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു ഹാബിറ്റായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ പേഴ്സണലായിട്ട് ടച്ച് ചെയ്യുന്നൊരു അനുഭവം ദിവ്യകാരുണ്യ ഈശോ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. അതെങ്ങനെയാണ്? ആ സമയത്ത് അന്ന് 10ാം ക്ലാസ് വളരെ സ്പെഷ്യൽ വർഷമാണ്, അത്യാവശ്യം പഠിക്കാനുള്ള സമയമാണ്. എനിക്ക് ഉദര സംബന്ധമായിട്ടുള്ളൊരു രോഗം ഉണ്ടാവുകയും അതൊരല്പം മൂർച്ഛിക്കുകയും ഞാൻ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരാഴ്ചയോളം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്മിറ്റ് ആയി. അപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ വേണം എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ ജൂബിലി ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകുവശത്താണ് നമ്മുടെ തൃശ്ശൂരത്തെ ലൂർദ് പള്ളി ഉള്ളത്. മാത്രമല്ല ഒരു മാതാവിൻ്റെ ഗ്രോട്ടയും ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദിവസങ്ങളൊക്കെ ഒരു 4 മണിയാകുമ്പോൾ ഞാനും അമ്മയാണെന്ന് കൂടെ നിൽക്കുന്നത്. അമ്മയും കൂടി പുറത്തേക്കൊന്ന് നടക്കാനിറങ്ങിയിട്ട് ഈ ഗ്രോട്ടോടെ അടുത്ത് മാതാവിൻ്റെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിക്കും. അവിടെ ദിവ്യകാരുണ്യ ഈശോ ഇങ്ങനെ എഴുന്നള്ളിച്ച് വയ്ക്കും അടിപ്പള്ളിയിൽ. അപ്പോൾ ആദ്യം അതൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇങ്ങനെ അടിപ്പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊക്കെ. പിന്നീട് പ്രാക്ടിക്കലി ഈ ജൂബിലി കിടന്ന ആ ഒരാഴ്ച മുഴുവനും വൈകിട്ട് ദിവസങ്ങളിൽ ഞാനും അമ്മയും കൂടി ഒരു ഈവനിങ് സമയത്ത് ഈ ലൂർദ് പള്ളിയിലെ അടിപ്പള്ളിയിൽ പോയിട്ട് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ ഇത് മാത്രമുള്ളൂ, ഈ അസുഖം എങ്ങനെയൊക്കെ ഒന്ന് മാറണം. അത് മാത്രമല്ല, ഈ ഓപ്പറേഷൻ ഒന്ന് ഒഴിവായി കിട്ടണം. അത് മാത്രമല്ല, പരീക്ഷയാണ് പറയണത്. അപ്പോൾ ഒക്ടോബർ മാസം ഡിസംബർ മാസത്തെ പരീക്ഷകളുണ്ട്. അതിന് മുൻപ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും എല്ലാം മാറി സൗഖ്യമായിട്ട് തിരിച്ച് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ അധികമായിട്ട് കണ്ണീരൊഴുക്കി അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്തിനു പറയുന്നു, ഈ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ ഒരു ഡേറ്റ് തന്നു ഓപ്പറേഷൻ്റെ. അന്ന് ജോസഫ് ഡോക്ടറാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്. ജോസഫ് ഡോക്ടർ ഇങ്ങനെ ഞങ്ങളെ ഈ പച്ച വേഷമൊക്കെ ഇട്ട് ഞാൻ ഈ ഓപ്പറേഷൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കടത്തി. എന്തിനു പറയണത്, ഞാൻ ഈ ഓപ്പറേഷൻ റൂമിൻ്റെ മെയിൻ തിയേറ്ററിനുള്ളിലേക്ക് കടന്നതിന് ശേഷം ഒരല്പം സീനിയർ സർജനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരല്പം പ്രായമായ ഡോക്ടർ വീണ്ടും ഒന്നും കൂടിയും പരിശോധിച്ച് നോക്കിയതിന് ശേഷം ഇങ്ങനെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഈ കുട്ടീനെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് 3-4 ദിവസം കൂടി മെഡിക്കേഷൻ തന്നെ നോക്കാം എന്നുള്ളത്. അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് ഇഞ്ചക്ഷൻ തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവമേ, ഇത് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഓപ്പറേഷൻ ഒഴിവായി കിട്ടുന്നു എന്നതിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വളരെ അത്ഭുതമെന്ന് പറയട്ടെ. അങ്ങനെ എന്നെ വീണ്ടും ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസം കൂടിയും ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യുകയും ഹോസ്പിറ്റലിൽ തന്നെ താമസിപ്പിക്കുകയും ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നു ഒക്ടോബർ ലാസ്റ്റ് 31-ാം തീയതി കൊന്ത സമാപനത്തിൻ്റെ ദിവസം എനിക്ക് തിരിച്ച് എടവ പള്ളിയിൽ എത്താനായിട്ട് പറ്റുകയും ചെയ്യണം. അപ്പോൾ അന്ന് 31-ാം തീയതി ഈ ജപമാല സമാപനം ഞങ്ങളുടെ പള്ളിയിൽ വലിയ ആഘോഷമാണ്. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും ജപമാല റാലിയുടെ അന്ന് പങ്കെടുക്കാനായിട്ട് എനിക്ക് ദിവ്യകാരുണ്യ ഈശോ അനുവാദം തന്നു എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് വലിയൊരു അത്ഭുതമായിട്ട് ജീവിതത്തിൽ മാറുകയാണ്. പിന്നീട് 10 കഴിഞ്ഞ് +2 കഴിയുമ്പോഴാണ് സെമിനാറിലൊക്കെ ചേരുന്നത്. ഈ സെമിനാറിലൊക്കെ ചേരാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ദിവ്യകാരുണ്യ ഈശോ ആ സമയത്ത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ടച്ച് ചെയ്ത
ഒരു അനുഭവമാണ് സത്യത്തിലുണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു പൗരോഹിത്യ ദൈവവിളിയോട് കുറേ അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നതും ഞാൻ സെമിനാരിയിലേക്ക് ചേരാനായിട്ട് തീരുമാനമെടുക്കുന്നതൊക്കെ. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. പിന്നീട് +2 കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ സെമിനാരി ചേരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ സെൻറ്റ് പോൾ മൈനർ സെമിനാരിയിൽ. അപ്പോൾ ഞങ്ങളുടെ സെമിനാരിയുടെ ഒരു ടൈം ടേബിൾ ഇങ്ങനെയാണ്. ഒരു ഈവനിങ്ങിൽ 4 മണിക്കൊരു ചായ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കളിയാണ്. അത് കഴിഞ്ഞാൽ കുളിക്കാനുള്ള ടൈമാണ്. പിന്നീട് ഒരു അരമണിക്കൂർ ചാപ്പലിൽ വന്നിരുന്ന് ഒരു പേഴ്സണൽ പ്രയർ ടൈം എന്നാണ് പറയുക. അതിങ്ങനെ ചാപ്പലിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ദിവികാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഈ ടൈമായിരുന്നു ഈ പേഴ്സണൽ പ്രയറിൻ്റെ ടൈം. ഈ കളി, കുളി, അത് കഴിഞ്ഞ് വരുന്ന ഈ ഒരു പേഴ്സണൽ ടൈം ഈവനിങ് ഒരു അരമണിക്കൂർ. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഈ ദിവികാരുണ്യ ഈശോയോട് അറ്റാച്ച്മെൻറ്റ് തോന്നാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മൈനർ സെമിനാരിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ്ങാണ്. പേഴ്സണലായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ പോയിരിക്കുക എന്നുള്ളത്. പിന്നെ മൈനർ സെമിനാരി കഴിഞ്ഞ് ഫിലോസഫിയിൽ മംഗലപ്പുഴ ആലുവ സെമിനാരിലാണ്. അപ്പോഴും ഈ മൈനർ സെമിനാരിൽ നിന്ന് കിട്ടിയ അതേ ടൈം ടേബിൾ ഇത് കളി, കുളി, പിന്നെ പ്രയർ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. മംഗലപ്പുഴ സെമിനാരിയിൽ അല്പം നേരത്തെയൊക്കെ നമ്മൾ കളി നിർത്തി വലിയ ചാപ്പലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് മാത്രമല്ല ഫിലോസഫി ടൈമിൽ ഞങ്ങൾക്ക് ഫിലോസഫി ബിൽഡിങ്ങിൽ ഒരു ഫിലോസഫി ചാപ്പൽ എന്ന് പറയുന്നൊരു ചാപ്പലുണ്ട്. അവിടെ എപ്പോഴും സക്രാരിയിൽ ദിവികാരുണ്യ ഈശോ ഉണ്ടായിരിക്കും. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഫ്രീഡം അവിടെ കിട്ടിയിരുന്നു. ഈ ചാപ്പലിൽ വന്നിരുന്ന് ഒറ്റയ്ക്ക് ഈശോയുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു പേഴ്സണൽ പ്രയറിനോട്ടുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഈ പ്രത്യേകിച്ച് സെമിനാരി കാലഘട്ടത്തിൽ കുഞ്ഞു രീതിയിലൊക്കെ അച്ഛന്മാരുടെ നിന്ന് ചില ചീത്ത കേൾക്കുകയോ അതിനുള്ള ലൊക്കേഷനിൽ തന്നെ ചില ഗൗരവമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഈ പേഴ്സണൽ പ്രയർ പ്രത്യേകിച്ച് ഈവനിങ് ടൈമിങ്ങിനും അല്ലെങ്കിൽ നൈറ്റ് പ്രയറിന് ശേഷമുള്ള ഈശോയുടെ അടുത്തുള്ള ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥന ഒത്തിരി നമ്മളെ സഹായിച്ചിരുന്നു. ഫിലോസഫിക്ക് ശേഷം തിയോളജിക്ക് പഠിക്കാനായിട്ട് പോകുന്നത് പൂനെ പേപ്പർ സെമിനാരിലാണ്. അവിടെ ഈ ഫിലോസഫി കാലത്ത് ഈ ഫിലോസഫി ചാപ്പൽ എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ ഞങ്ങൾക്കൊരു ഡൊമസ്റ്റിക് ചാപ്പലുണ്ട്. ഒരു മെയിൻ പള്ളി ചാപ്പൽ വേറെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഡൊമസ്റ്റിക് ചാപ്പൽ എന്ന് പറയുന്നൊരു ചെറിയ പള്ളിയുണ്ട്. ഈ മൈനർ സെമിനാരിൽ നിന്ന് കിട്ടിയിരുന്ന അതേ ട്രെയിനിങ് ഈ തിയോളജി കാലഘട്ടത്തിലും കണ്ടിന്യൂ ചെയ്തു വന്നു. ഞാൻ ഏറെക്കുറെ എല്ലാ ദിവസവും ഈവനിങ്ങുള്ള കളി, കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ ഈ ഡൊമസ്റ്റിക് ചാപ്പലിൽ പോരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, അവിടെയുള്ള പല പ്രദേശവും അങ്ങനെ ചെയ്യാറുണ്ട്. പൂനെയിൽ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. കാരണം നമുക്ക് സ്റ്റഡിയൊക്കെ പേഴ്സണൽ മുറിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം സമയം കണ്ടിന്യൂ ചെയ്ത് ചാപ്പലിൽ ഇരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഡൊമസ്റ്റിക് ചാപ്പലിൽ ഒത്തിരി നേരം ഒറ്റയ്ക്കിരുന്ന് തമ്പുരാന് മുമ്പിലിരുന്ന് ദിവികാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് പൗരോഹിത്യ ജീവിതത്തിൽ പരിശീലന കാലത്ത് എനിക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. പിന്നീട് 2014 ജനുവരി 1-ാം തീയതിയാണ് കൊടകര പള്ളിയിൽ വെച്ച് പട്ടം സ്വീകരിക്കുന്നതും ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ പള്ളിയിലെ കൊച്ചച്ഛനായിട്ടാണ് ചാർജ് എടുക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഈ പള്ളിയിൽ ആദ്യമായിട്ട് പട്ടം സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ ദിവ്യ അനുഭവം എന്ന് പറയുന്നത് ഞാൻ തുടക്കം പറഞ്ഞിരുന്നു. ഈ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദിവികാരുണ്യ ഈശോയെ അല്ലെങ്കിൽ അവിടെ കുർബാനയ്ക്ക് കൂടുന്ന അച്ഛനെ നോക്കിക്കണ്ട് എങ്ങനെയും ഒന്ന് കുർബാന ചെല്ലാനായിട്ട് അച്ഛനാകുക എന്നുള്ളതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഏകദേശം ഒരു 10 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഈ 2014 ജനുവരി 1-ാം തീയതി എടവോ പള്ളിയിൽ വെച്ച് ഇങ്ങനെ അത് പൂർണ്ണമാക്കി തീരുന്നത്. പിന്നീട് കത്തീഡ്രൽ പള്ളിയിൽ കൊച്ചനായിട്ട് വരുമ്പോൾ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെൻറ്റ് മേരീസ് സ്കൂളിൽ ഇരിഞ്ഞാലക്കുട പഠിച്ചിരുന്നു പറയുന്നുണ്ട്. ആ ഒരു അനുഭവമുണ്ട്. അതായത് സ്കൂളിൻ്റെ അടുത്തുള്ള കിഴക്കേ പള്ളിയിലെ ദിവികാരുണ്യ ചാപ്പലിൽ പോയിരുന്ന് അന്ന് ഈ കിഴക്കേ പള്ളിയിൽ ദിവികാരുണ്യം 7 മണിക്ക് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം കത്തീഡ്രൽ പള്ളിയിലെ കൊച്ചന്മാർക്കാണ്. അപ്പോൾ അത് ഭൂരിഭാഗം ഏറെക്കുറെ ഞാനാണ് ചെയ്യേണ്ടി വരാറ്.
അപ്പോൾ ഈ ദിവ്യകാരുണ്യം ക്ലോസ് ചെയ്യാനായിട്ട് ഈ കിഴക്കേ പള്ളിയിൽ പണ്ട് സ്കൂൾ കാലത്ത് പരീക്ഷ എളുപ്പമുണ്ടാവാൻ വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ച അതേ പള്ളിയിൽ വീണ്ടും ഞാൻ കൊച്ചച്ഛനായിട്ട് അച്ഛനായിട്ട് ദിവ്യകാരുണ്യം അടക്കം ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ഓർമ്മകൾ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു അനുഭവം ഈ ദിവ്യകാരുണ്യം ഈശോ എനിക്ക് തരികയാണ്. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഈ ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് 3/4 മണിക്കൂർ ഈ സ്പിരിച്വാലിറ്റി സെൻ്റർ എന്ന് വിളിക്കുന്ന കിഴക്കേ പള്ളിയിൽ ഈ കൊച്ചച്ഛനായിരുന്ന സമയത്ത് ഒത്തിരി നേരം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് അതെൻ്റെ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഒരു പേഴ്സണൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നീട് കല്ലേറ്റിങ്ങര പള്ളി കഴിഞ്ഞ ശേഷം വീണ്ടും മൈനസ് സെമിനാരിലെ വൈസ് റെക്ടറായിട്ട് ഒരു ഫാദർ പ്രിഫക്റ്റായിട്ടാണ് എനിക്ക് ചാർജ് കിട്ടുന്നത്. വീണ്ടും മൈനസ് സെമിനാറിൽ എത്തുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മൈനസ് സെമിനാരിൽ ഉണ്ടായിരുന്ന അതേ ടൈം ടേബിൾ, ഇത് കളി കുളി അതിനുശേഷം പള്ളിയിലിരുന്ന് 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് ബ്രദേഴ്സിനുള്ള ടൈം ടേബിളാണ്. അതേ ടൈം ടേബിൾ എനിക്ക് ആ സമയം വളരെ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ പഠിക്കാനായിട്ട് 2 വർഷം റോമിലായിരുന്നു. റോമിലുള്ള കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഈ ടൈം ടേബിളിൽ മാറ്റം വന്നെങ്കിൽ പോലും ഞാൻ താമസിച്ചിരുന്ന ഡൊമിഷീനോ കോളേജിൻ്റെ ചാപ്പലിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് സക്രാരിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും കൂടി ഈ ലഞ്ചാന എന്ന് പറയുന്ന ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിക്കുന്നത്. ഞങ്ങൾ മലയാളി അച്ഛന്മാർ. അപ്പോൾ നമ്മുടെ തോമസ് ലീഗായിട്ട് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഓർത്തോണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ പോകുന്ന യാത്രയിൽ തന്നെയാണ് ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളാണ് ഈ ലഞ്ചാനയും ഓർത്തോണയും. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു ഒരുങ്ങി കുറച്ച് അച്ഛന്മാർ, മലയാളി അച്ഛന്മാരാണ്, വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ യാത്രയുണ്ട് റോമിൽ നിന്നും ഈ ലഞ്ചാന എന്ന് പറയുന്ന ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന സ്ഥലത്തേക്ക്. നമ്മളിങ്ങനെ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചും ഈ ലഞ്ചാന എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചും. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആ അത്ഭുതം കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എൻറിച്ച്മെൻറ്റിൻ്റെ ഒരു സമയമായിരുന്നു അത്. ദിവ്യകാരുണ്യ ഈശോയെ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ദിവസവും എടുക്കുന്ന ആ ദൈവിക സാന്നിധ്യം കുറേയും കൂടെയൊക്കെ ഒന്ന് അടുത്തറിയാനായിട്ടും നേരിൽ കാണാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ലഞ്ചാനയിൽ സന്ദർശിച്ചപ്പോൾ ആ അത്ഭുതത്തെ നേരിൽ കണ്ട് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ കിട്ടിയത്. പിന്നീട് റോമിലൊക്കെ പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്ന് ഇവിടെ വാടച്ചറ എന്നൊക്കെ പറഞ്ഞൊരു കൊച്ചു പള്ളിയിൽ വികാരിയച്ഛനായിട്ട് ചാർജ് എടുക്കുകയാണ്. ആ സമയത്ത് കൊറോണ വന്ന് ഏറെക്കുറെ ദേവാലയങ്ങളൊക്കെ അടയ്ക്കപ്പെട്ട സമയമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഉപകാരം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരുപാട് തിരക്കുകളില്ല, ശാന്തമായിട്ട് പള്ളിയിലിരിക്കാം. കുർബാന പോലും പുറമേ നിന്നുള്ള ആൾക്കാർ കുറഞ്ഞു തുടങ്ങി, പേഴ്സണൽ പ്രയറാണ്. അപ്പോൾ അന്ന് ഈ ഞങ്ങളുടെ പിതാവ് അച്ഛന്മാർക്ക് വായിക്കാനായിട്ട് തൊട്ട് മുമ്പത്തെ ഒരു മാസധ്യാനത്തിൽ ഒരു പുസ്തകം തന്നിരുന്നു. ഇൻ സിനു ജെസു എന്ന് പറയുന്ന പുസ്തകമാണ്. ഒരു ബെനഡിക്റ്റൻ മങ്ക് എഴുതിയ പുസ്തകമാണ്. അതൊരു വൈദിക ജീവിതത്തിൽ പുരോഹിതർക്ക് ദിവ്യകാരുണ്യത്തോടുണ്ടാകുന്ന ഭക്തിയെ സൂചിപ്പിക്കുന്ന ഒരു 100-400 പേജുള്ള ഒരു പുസ്തകമാണ്. ഞാൻ അതിങ്ങനെ വായിച്ച് അത് മാത്രമല്ല, അതിൽ പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദികർ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് മണിക്കൂറുകളോളം ചെലവഴിക്കണം എന്നുള്ളതാണ്. അപ്പം അന്ന് ഈ പുസ്തകം വായിച്ചതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. മാത്രമല്ല കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ പള്ളിയിലധികം നമുക്ക് വലിയ ആക്ടിവിറ്റീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ഈ കാലത്തും ഉച്ചയ്ക്കും ഈവനിങ്ങിനും വൈകിട്ടും ഒരു 4 മണിക്കൂറോളം ഈ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അടയിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുട്ടുകുത്തിയും പ്രാർത്ഥിച്ചും മാത്രമല്ല ഞാനിങ്ങനെ കുറച്ചൊക്കെ എഴുതുന്നൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു 3 പുസ്തകത്തോളം സത്യം പറഞ്ഞാൽ ആ പള്ളിയിൽ ആ ഒരു കൊറോണ കാലത്ത് ഒരു 1.5 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ പലപ്പോഴായിട്ട് ഈ സക്രാരിയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ എഴുതി തീർത്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആദ്യമൊക്കെ കുറച്ചൊക്കെ മടിയായിരുന്നു ഇങ്ങനെ ഇരിക്കാനും. 1 മണിക്കൂർ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി മടുപ്പുള്ള കാര്യം. പക്ഷെ അതൊരു ടൈം ടേബിളിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളത് ഈസി ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടിക്കലി ഈ കൊറോണ കാലത്ത് ഒരു 4 മണിക്കൂർ പലപ്പോഴായിട്ട് ഈ ദേവാലയത്തിൽ സക്രാരിയുടെ മുമ്പിൽ മദ്ബഹയിൽ തമ്പുരാൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഭാഗ്യം ദൈവം നൽകി. അതെൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ബോധ്യങ്ങളെ, ഞാനെടുത്ത തീരുമാനങ്ങളെ, എൻ്റെ നിലപാടുകളെ ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഒത്തിരിയൊക്കെ സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ധൈര്യം കിട്ടിയിരുന്നത് ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് ഞാൻ ചെലവഴിച്ച മണിക്കൂറുകളാണെന്ന് എനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിസ്സംശയം പറയാനായിട്ട് പറ്റും. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി
അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം നിറഞ്ഞ നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റുന്നത് ദിവ്യകാരുണ്യ ഈശോയെ കയ്യിലെടുത്തുകൊണ്ട് കുർബാന അർപ്പിക്കുന്ന ആ നിമിഷങ്ങളാണ്. അങ്ങനെ കുർബാന അർപ്പിക്കുമ്പോഴും പലപ്പോഴൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില സമയത്തൊക്കെ മാനുഷികമായിട്ടുള്ള ചില ഏറ്റക്കുറച്ചിലുകൾ ആത്മീയതയുടെയും വിശ്വാസത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഉണ്ടായേക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നൊരവസരത്തിൽ, അത് വ്യക്തിപരമായ ചില കാരണക്കാൽ വളരെ ആത്മീയമായിട്ടൊക്കെ ഒരല്പം താഴ്ന്നു നിൽക്കുന്ന, വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഒരല്പം ഒരു സംശയാലുവായി നിൽക്കുന്നതൊക്കെ ഒരു സാഹചര്യത്തിൽ ദിവ്യകാരുണ്യ ഈശോ വളരെ ടച്ചിങ് ആയിട്ടൊരു അനുഭവം തന്നത് ഓർക്കുകയാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വടച്ചറ പള്ളിയിൽ വികാരിച്ച് ആയിരിക്കുന്ന കാലഘട്ടം തന്നെയാണ്. ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2 വർഷം മുൻപാണ്. അപ്പം അങ്ങനെ വളരെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു സിസ്റ്റർ ജെയിൻ CMC എന്ന് പറഞ്ഞ സിസ്റ്റർ ഒരു ആത്മീയമായിട്ടൊക്കെ ഒരു ഉപദേശത്തിന് വേണ്ടി വല്ലപ്പോഴൊക്കെ ഞാൻ കാണാൻ പോകാറുണ്ട് ഉദയ പ്രൊഡക്ഷൻ ഹൗസിൽ. ഒരിക്കലും സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ സിസ്റ്റർ ഇങ്ങനെ ഒരു സ്പിരിച്വലായിട്ടൊരു എൻറിച്ച്മെൻറ്റ് പഴയ പോലെ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടൊരു മടി ഒക്കെ വന്നു തുടങ്ങാണ്. കുറച്ച് സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, കുറച്ചും കൂടെയൊക്കെ ഒരു ഡീപ്പ് ഫെയ്ത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, അച്ഛൻ പേടിക്കേണ്ട, ദിവ്യകാരുണ്യ ഈശോ അച്ഛനെ തൊടുന്നുണ്ട്, അച്ഛൻ പ്രാർത്ഥന മുടക്കരുത്, തമ്പുരാന് മുമ്പിലിരുന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു അനുഭവം ഈശോ അച്ഛനെ തരുന്നുണ്ടെന്ന്. ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. ഞാനിതൊക്കെ പറഞ്ഞ് സിസ്റ്ററിൻ്റെ അടുത്ത് പോന്ന് ഏകദേശം ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസം വൈകിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ ആൻറ്റോ വട്ടോലി അച്ഛൻ, ഞങ്ങളുടെ രൂപതയിൽ തന്നെ എൻ്റെ ജൂനിയർ അച്ഛനാണ്, അച്ഛനുമായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വൈകിട്ട് അത്താഴം ഒരുമിച്ച് കഴിച്ച് പള്ളിമേടയിലിരുന്ന് തന്നെ അത്താഴം കഴിച്ച് രാത്രി ഒരു 9 മണി 10 മണിയായപ്പോൾ അച്ഛൻ തിരിച്ചു പോകാൻ നേരത്ത് എൻ്റെ വാഷ്റൂമിൽ കയറി അച്ഛൻ ഇങ്ങനെ കയ്യും കാലൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഫ്രഷ് ആവുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, എൻ്റെ ഈ ടോയ്ലറ്റിൻ്റെ ഈ വെൻറ്റിലേറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ ഷാമ്പുവും സോപ്പും എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നിരത്തി അതൊക്കെ തട്ടിമറിഞ്ഞ് താഴെ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നൗജിന് ഇവിടെ എന്തോ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എല്ലാം തട്ടിമറിഞ്ഞ് താഴെ എടുക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് എലി സോപ്പ് കടിക്കാനായിട്ട് ഇങ്ങനെ വരാറുണ്ട്, എലി കടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു എലി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് മൈൻഡ് ചെയ്തില്ല. നമ്മൾ ആ സാധനങ്ങളൊക്കെ നിലത്തി വീണതൊക്കെ വീണ്ടും പറക്കി അവിടെ തന്നെ വെച്ചു. അച്ഛനെ യാത്രയാക്കി ഒരു 9:30-10 മണിയായി. ഞാൻ പതിവ് പോലെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് ഇതേപോലെ തന്നെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിച്ച് എനിക്കന്ന് ഇരിഞ്ഞാലക്കുടയാണ് ഓഫീസിൽ പോയി. അപ്പോൾ അന്ന് ക്യാഡിസൺ ഡയറക്ടറച്ഛനായിട്ടുള്ള റിജോയച്ചൻ എന്നെ ഒരു ആവശ്യത്തിന് നേരിട്ട് വിളിച്ചുകൊണ്ട് എനിക്ക് അല്പം നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പള്ളിയിൽ വരേണ്ടി വന്നു. എന്നൊരു 4 മണി സമയത്ത് തിരിച്ച് പള്ളി മേടയിൽ എൻ്റെ മുറിയിൽ എന്ന് വെച്ചാൽ 2ാമത്തെ നിലയിലാണ്. ഞാൻ കിടപ്പ് മുറിയിലേക്ക് എത്തിപ്പുണ്ട്. ഞാൻ കണ്ട കാഴ്ച എൻ്റെ കിടപ്പ് മുറിയിലൊരു പാമ്പാണ്. പാമ്പിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളിങ്ങനെ വാല് തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ പാമ്പിനെ കാണുമ്പോൾ പേടിക്കില്ല, ഞാനൊന്ന് പേടിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇഴഞ്ഞ് കട്ടിൻ്റെ അടിക്കാണ്ട് പോയി. അപ്പോൾ എനിക്ക് തന്നെ സംശയം എവിടേക്ക് പോയെന്ന് മനസ്സിലായില്ല. കാരണം ഞാൻ കണ്ട് പെട്ടെന്ന് പിൻവലിഞ്ഞു. വീണ്ടും ഞാൻ മുറിയുടെ അകത്തേക്ക് നോക്കുമ്പോൾ അതിനെ കാണാനുമില്ല. ഞങ്ങളുടെ ഓൾട്ടർ ബോയ്സ് താഴെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവരെ വിളിച്ചു, അതൊന്ന് മുറിയിലൊരു പാമ്പെന്ന് സംശയം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓൾട്ടർ ബോയ്സ് മേലെ കയറി വന്ന് നോക്കി, പെട്ടെന്ന് കാണാനിപ്പോൾ ഞാൻ കൈക്കാരനെ വിളിച്ചു. കൈക്കാരനെ വന്ന് നോക്കി. അപ്പോൾ ഞങ്ങൾ മുറിയിൽ എല്ലാവർക്കും കൂടി പരതിയപ്പോൾ പാമ്പുണ്ട്. പാമ്പ് ഈ കട്ടിലിൻ്റെ അടിയിൽ കട്ടിൻ്റെ ഒരു കാലുമേ ചുറ്റിപ്പടഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കൈകാരൻ പറഞ്ഞു, വെച്ചാൽ ഇത് അച്ഛനൊരു കട്ടിൻ്റെ മേലെ നിന്ന് ഒന്ന് കുത്ത്, അതിന് പുറത്തേക്ക് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനങ്ങനെ കട്ടിൻ്റെ മേലെ കയറി സൈഡിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ പാമ്പിനെ അങ്ങനെ ഒരു വടി കൊണ്ട് കുത്തി പാമ്പിനെ പുറത്തേക്ക് ആക്കുകയാണ്. കട്ടിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ആക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുത്തി പാമ്പ് പുറത്തേക്ക് വരുമ്പോഴേക്കും കൈക്കാരൻ വേറെ വടിയും പിടിച്ച് നിൽക്കണ്ടായിരുന്നു. ഒരു അടി കൊടുത്തു. അടി കൊണ്ടില്ല, 2ാമതൊരു അടി കൊണ്ട് അടിച്ചു. 2ാമത്തെ അടി കറക്റ്റ് ഈ പാമ്പിൻ്റെ തലയിൽ കൊണ്ടാണ്. അപ്പോഴാണ് ഇത് മനസ്സിലായത് വലിയൊരു മൂർഖൻ പാമ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാമ്പിൻ്റെ അടി കൊള്ളുമ്പോൾ പാമ്പ് പെട്ടെന്ന് ഇങ്ങനെ പത്തി വിടർത്തി ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, പകച്ചു പോയി. കാരണം കിടപ്പ് മുറിയിൽ ഇങ്ങനെ. പക്ഷേ കൈക്കാരൻ കുറച്ചും കൂടി ധൈര്യമുള്ള മനുഷ്യനായതുകൊണ്ട് പുള്ളി ഈ ധൈര്യപൂർവ്വം അതിനെ അടിച്ച് കൊല്ലുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ വണ്ടറായിപ്പോയി. കാരണം എൻ്റെ കിടപ്പ് മുറിയിൽ എൻ്റെ കട്ടിൻ്റെ അടിയിൽ, അതും 2ാമത്തെ നിലയിലാന്ന് ഓർക്കണം, വലിയൊരു മൂർഖൻ പാമ്പ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. തലേ ദിവസം ഈ ആൻറ്റോ വട്ടോലിച്ചും വൈകിട്ട് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ മുറിയിൽ എന്തോ കയറിയിട്ടുണ്ട്. കാരണം ടോയ്ലറ്റിൽ സാധനങ്ങളൊക്കെ ഈ വെൻറ്റിലേറ്ററിൻ്റെ അവിടെ നിന്ന് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഈ എലിയാവുമെന്ന് പറഞ്ഞ് ചിരിച്ച് തള്ളി. പക്ഷേ അത് സത്യത്തിലൊരു പാമ്പായിരുന്നു. ഒരു പക്ഷേ എലിനെ പിടിക്കാൻ വന്നതായിരിക്കാം. ഈ പറഞ്ഞ വലിയ മൂർഖൻ പാമ്പ് ഈ തലേ ദിവസം രാത്രി മുഴുവനും എൻ്റെ മുറിയിലുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഈ കിടക്കുന്ന കട്ടിലിൻ്റെ ഒരു സൈഡിൽ കംപ്ലീറ്റ് പുസ്തകങ്ങളായിരിക്കും സൈഡിൽ ഒതുങ്ങി കിടക്കുക. അത് മാത്രമല്ല അന്ന് ഈ അലക്കിയിട്ട എല്ലാ ഡ്രസ്സും കൂടി കട്ടിലിൻ്റെ ഒരു മൂലയ്ക്ക് ഇട്ടുണ്ടായിരുന്നു തേക്കാനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഈ പാമ്പ് തലേ ദിവസം രാത്രിയും പിറ്റേ ദിവസം ഞാൻ പ്രഭാത കൃത്യങ്ങൾ ചെയ്യണ സമയത്തും പിന്നെ ഞാൻ ഓഫീസിൽ പോയിട്ട് വരണ 4 മണി വരെയൊക്കെ എൻ്റെ മുറിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കൊരു അപകടം കൂടാതെ തമ്പുരാൻ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ജെയിൻ സിസ്റ്റർ പറഞ്ഞ ആ കാര്യം ഓർത്തത്. ഏത്? അച്ഛൻ വിഷമിക്കേണ്ട, ദിവികാരൻ്റെ ഈശോയുടെ മുമ്പിൽ അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, അച്ഛനെ തൊടുന്നൊരു അനുഭവം ഈശോ തരുന്നുണ്ടെന്ന്. അതും കൂടി പെട്ടെന്ന് മനസ്സിൽ ഓർത്തപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. കാരണം വെച്ചാൽ ഞാൻ അറിയാതെ തന്നെ തമ്പുരാൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് കിട്ടുകയാണ്. നമ്മൾ അത്യുന്നതത്തിൻ്റെ സംരക്ഷണമുള്ളവൻ 91 സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അവൻ സർപ്പത്തിൻ്റെയും അണലയുടെയും മേൽ ചവിട്ടി നടക്കും, എങ്കിലും അവർ യാതൊരു ഉപദ്രവവും സംഭവിക്കില്ല. ആ ഒരു സങ്കീർത്തന ഭാഗമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. കാരണം അത്രയേറെ അപകടകരമായൊരു സാഹചര്യത്തിൽ നിന്നും തമ്പുരാൻ്റെ ദിവികാരുണ്യ ഈശോയുടെ കരം എന്നെ കാത്ത് സംരക്ഷിക്കുകയാണ്. ഞാൻ പിന്നീട് ഈ കാര്യം ആൻഡ്രോസിൻ്റെ അടുത്തും പിന്നീട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാനും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട്. അവരും വളരെ അതിശയത്തോടുകൂടി, മാത്രമല്ല കൈക്കാരനായാലും വളരെ അതിശയത്തോടു കൂടി ഈ സംഭവത്തെ വിലയിരുത്താണ്. ഞാനെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, എൻ്റെ ഈശോ, ദിവികാരുണ്യ ഈശോ തൻ്റെ കയ്യിൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ച ഒരു രാത്രിയായിരുന്നു ആ രാത്രി. ഞാൻ പറഞ്ഞില്ല, ആ ദിവസങ്ങളൊക്കെ ഈശോയുടെ മുമ്പിലിരുന്ന് മണിക്കൂറുകളോളം ഞാൻ പ്രാർത്ഥിച്ചു. ചിലപ്പോഴൊക്കെ സങ്കടവും നിരാശയും വിഷമവും വിശ്വാസത്തിലൊക്കെ ഒരു കുറവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അനുഭവം പേഴ്സണലി എന്നെ വല്ലാതെ അങ്ങോട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ദിവികാരുണ്യ ഈശോയിലേക്ക് കുറേയും കൂടിയും അടുക്കാനായിട്ടും തമ്പുരാൻ എന്നെ പൊതിഞ്ഞ് പിടിക്കുന്ന അനുഭവത്തിലേക്ക് വളരാനായിട്ടൊക്കെ ഈ ഒരു സംഭവം എന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരിക്കും. തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയും അവനോട് കൂടെ ആയിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തെ, ആത്മീയതയുടെ അളക്കുന്ന ചില അനുഭവങ്ങൾ ഈശോ തന്നെ നമുക്ക് തരും. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ തുടക്കം പറഞ്ഞില്ല, ചെറുപ്പം മുതലേ, കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്ന ആ ഈശോയോടുള്ള ഭക്തി, പിന്നീട് ഈശോയെ കയ്യിലെടുത്ത് കുർബാന ചെല്ലാനായിട്ട് ഉണ്ടായിരുന്ന ഒരാഗ്രഹം, പിന്നീട് ആ ജൂബിലി ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഒരു ആപത്തും കൂടാതെ എന്നെ സംരക്ഷിച്ച ദിവികാരുണ്യ അനുഭവം, തുടർന്ന് അങ്ങോട്ട് ഫിലോസഫിയിലും സെമിനാറിലും തിയോളജിയിലൊക്കെ ഒരു ടൈം ടേബിൾ വെച്ച് പള്ളിയിൽ ചെന്നിരുന്ന് കരഞ്ഞും പരാതി പറഞ്ഞും വർത്തമാനം പറഞ്ഞൊക്കെ ഈശോയോട് പ്രാർത്ഥിക്കുന്ന അനുഭവം, പിന്നീട് അച്ഛനായിട്ട് ഈശോയെ കയ്യിലെടുത്തുകൊണ്ട് കുർബാന ചെല്ലുമ്പോൾ കിട്ടിയ ഒരു ആത്മീയ നിർവൃതി, ഏറ്റവും ഒടുവിലായിട്ട് ഈ പറയുന്ന ഒരു അപകടകരമായ മരണകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും ഈശോ പ്രത്യേക മാമിതം സംരക്ഷിച്ച ഒരു അനുഭവം. ഇതൊക്കെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാതെ വിലപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈശോ എന്നെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയും പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്ത ഒരു അനുഭവമാണ് ഇപ്പോഴിനി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ പൗരോഹിത്യം സ്വീകരിച്ച് 10 വർഷം പൂർത്തിയാവാണ്. തമ്പുരാൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തമ്പുരാനെ കരങ്ങളിലെടുത്ത് ബലിയർപ്പിക്കാൻ പറ്റുക എന്നതിൽ കവിഞ്ഞ ഒരു സന്തോഷവും സത്യത്തിലില്ല എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ഇതിനാണ്. നമുക്കും ദിവികാരുണ്യ ഈശോയുടെ മുമ്പിൽ ഒരു ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളെ ഘട്ടത്തിലും ഒരല്പസമയം തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വളരാനായിട്ട്. ഒപ്പം ഞാൻ പറഞ്ഞ പൗരോഹിത്യത്തിൽ 10 വർഷം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഈ പൗരോഹിത്യ എൻ്റെ ജീവിതയാത്രയിൽ തമ്പുരാനെ കൈപിടിച്ച് മുറുക്കെ പിടിച്ച് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു നല്ല പുരോഹിതനായിട്ട് ജീവിതം തീർക്കുവാനായിട്ട് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.